ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നാരായണീയത്തിലെ 8ാം ദശകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 8ാം ദശകത്തിലെ 7 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ 8ാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും മുന്നേയുള്ള ശ്ലോകങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഭഗവാൻ പ്രളയ തുടക്കത്തില് കാലശക്തിയോട് പ്രളയം അവസാനിക്കുമ്പോൾ എന്നെ ഉണർത്തണം എന്ന് നിർദ്ദേശിച്ചിട്ട് മയങ്ങുകയാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഭഗവാനിൽ ലയിച്ച് മയങ്ങുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, കേട്ടു നോക്കൂ. ചതുര്യുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധാ പ്രാബോധയത്വാം കില വിശ്വനാഥ. ചതുര്യുഗാണാം ച സഹസ്രം ഏവം ത്വയി പ്രസുപ്തേ പുനഃ അദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധാ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഹേ വിശ്വനാഥ, സർവവിശ്വങ്ങൾക്കും അധിപനായിട്ടുള്ളവനെ, നാഥനായിട്ടുള്ളവനെ, അദ്വിതീയേ ത്വയി, അദ്വിതീയനായിട്ടുള്ള നിന്തിരുവടികൾ, മറ്റൊന്ന് ഇല്ലാത്തവൻ, അതായത് പൂർണ്ണനായിട്ടുള്ളത് എന്താണോ അതാണ് ഭഗവാൻ, മറ്റൊന്ന് പറയാനില്ല. നമ്മളെ ശരീരം എടുക്കുകയാണെങ്കിൽ കൈ എന്ന് പറഞ്ഞാൽ ഇടത് കൈയുണ്ട്, വലത് കൈയുണ്ട്. കൈ അല്ലെങ്കിൽ കാല് എന്ന് പറയാം, മൂക്ക്, ചെവി, കണ്ണ് എന്നൊക്കെ വേറെ 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 ആയിട്ട് പറയാം. അപ്പോ അദ്വിതീയനായിട്ട് എന്റെ ശരീരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താണ് അത്? എന്റെ ഈ ശരീരം എന്ന് പറഞ്ഞ എല്ലാം അതിലടങ്ങി. പക്ഷെ നമുക്ക് മറ്റു ശരീരങ്ങളുണ്ട്, പല പല വസ്തുക്കൾ ഉള്ളതുകൊണ്ട് ഞാൻ അദ്വിതീയനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാനാവുന്ന സമയത്ത് സർവവും അതിലുണ്ട്, എല്ലാം ഭഗവാന്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് അദ്വിതീയൻ. ചതുർയുഗാണാം സഹസ്രം ഏവം പ്രസുപ്തി. ചതുർയുഗാണാം സഹസ്രേ, സഹസ്രം എന്ന് വെച്ചാൽ 1000 ചതുർയുഗങ്ങൾ. അതാണ് ബ്രഹ്മദേവന്റെ പകല് എന്ന് പറഞ്ഞത്. അത്ര തന്നെയാണ് ബ്രഹ്മദേവന്റെ രാത്രിയും. അത്രയും കാലം ഏവം പ്രസുപ്തെ, ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. യോഗനിദ്രയിൽ ആണ്ടിരിക്കുന്ന ഭഗവാൻ. 1000 ചതുർയുഗ കാലമാണ് ഭഗവാൻ യോഗനിദ്രയിൽ ഇരുന്നത്, സർവവും ഭഗവാനിൽ ലയിച്ചിരുന്നത്. ആലോചിക്കുക, ശ്രദ്ധിക്കണം, അത്രയും കാലം അങ്ങനെ ഇരുന്നു. എന്നിട്ടോ പുനഃ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ, വീണ്ടും കാലാഖ്യശക്തി, കാലമെന്ന് വിളിക്കുന്ന ആ ശക്തിയോട് പറഞ്ഞിട്ടുണ്ട് എഴുന്നേൽപ്പിക്കണം, ഉണർത്തണം എന്നുള്ളത്. ആ കാലാഖ്യ ശക്തി എന്ത് ചെയ്തു? പ്രഥമ പ്രബുദ്ധ, ആദ്യം ഉണർന്നിട്ട്, കാലം എന്നു പേരുള്ള ആ ശക്തി ആദ്യം ഉണർന്നിട്ട് ത്വം പ്രാബോധയത് ചകില, നിന്തിരുവടികളെ ഉണർത്തുകയും ചെയ്തുവല്ലോ ഭഗവാനേ. കാലാഖ്യ ശക്തി എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു ശക്തിയൊന്നും അല്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് വിളിച്ചുണർത്തണം. നമ്മൾ പറഞ്ഞു, നമ്മൾ തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളതുപോലെ ഭഗവാന്റെ സർവ്വപ്രപഞ്ചത്തിനും അങ്ങനെ ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിനോടാണ് പറഞ്ഞിരിക്കുന്നത് ഉണർത്താൻ. നോക്കൂ, അവിടെ സമയമെന്നൊന്നുമില്ല. നമ്മൾ ഈ സമയത്തിന്റെ കണക്കൊന്നും അപ്പോൾ അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. അത്രയും കാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അവിടെ
ഇത്ര വർഷം എന്നൊന്നും നമ്മൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. പ്രളയ അവസാനമായപ്പോൾ എന്നെ വിളിച്ചുണർത്തണം എന്ന് കാലാഖ്യ ശക്തിയോട്, കാലം എന്ന് വിളിക്കപ്പെടുന്ന ആ ശക്തിയോട് ഭഗവാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും കാലം 1000 ചതുർയുഗ കാലം യോഗ നിദ്രയിൽ ആണ്ടിരുന്ന ഭഗവാനെ ആദ്യം ഉണർന്ന കാലാഖ്യ ശക്തി ഭഗവാനെ വിളിച്ചുണർത്തുന്നു. അതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചുണർത്താനുണ്ടാവും അല്ലേ? കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മ പോയി വിളിച്ചുണർത്തും. അതുപോലെ വന്നിട്ട് വിളിച്ചുണർത്തുകയാണെന്ന് മനസ്സിൽ വരാൻ പാടില്ല. ഭഗവാന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ശക്തിയാണത്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ളൊരു ശക്തിയല്ല. ആ ശക്തിയാണ് ഭഗവാനെ വിളിച്ചുണർത്തുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ശ്ലോകത്തിന്റെ വരികൾ നോക്കൂ. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യ ശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഹേ വിശ്വനാഥ, അദ്വിതീയനായിട്ടുള്ള അങ്ങ് 1000 ചതുർയുഗകാലം ഇങ്ങനെ മയങ്ങിക്കിടക്കുമ്പോ ആ പ്രളയത്തിന്റെ അവസാനമാകുന്ന സമയത്ത് ആദ്യം ഉണർന്ന കാലാഖ്യ ശക്തി അങ്ങേ വിളിച്ചുണർത്തുകയും ചെയ്തുവല്ലോ ഭഗവാനെ എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത്. ഞാൻ ശ്ലോകം ചൊല്ലിത്തരാം, നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലി നോക്കൂ. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യ ശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഭഗവാന്റെ ആ യോഗനിദ്ര ഈ ചതുർയുഗങ്ങൾ 1000 ചതുർയുഗങ്ങൾ നീണ്ടു നിന്നു. എന്നിട്ടാണ് ഭഗവാനെ ഉണർത്തുന്നത്. ആ ഉണർത്തലിലൂടെ അതിനുശേഷം എന്താണ് നടക്കുന്നതെന്നാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ കാണുന്നത്. വേഗം വേഗം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഇടയിലൊരു ചെറിയ പനിയൊക്കെ പിടിച്ചു, അസുഖമൊക്കെ പിടിച്ചു കുറച്ച് ദിവസം. അതിന് മുന്നേ വ്യക്തിപരമായ കുറെ തിരക്കുകൾ വന്നു, അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. അടുത്ത ശ്ലോകത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. 2 ദിവസത്തിനുള്ളിൽ അടുത്ത ശ്ലോകം കൂടെ വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്ലോകം ചൊല്ലി പഠിക്കുക. എന്തെങ്കിലുമൊക്കെ മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിനനുസരിച്ച് ഞാൻ ചെറിയ മാറ്റങ്ങളും കൊണ്ടുവരാൻ തയ്യാറാണ്. നിങ്ങളെല്ലാവരും ശ്ലോകം കേട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് പറഞ്ഞു തരുന്നത് മാത്രമാണെന്നില്ല, നാരായണി എപ്പോഴും വായിക്കാം. ഞാൻ പറയുന്ന ശ്ലോകങ്ങൾ അപ്പോൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചർച്ചയും ഒക്കെ നടക്കട്ടെ. എല്ലാവർക്കും നമസ്തേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.